ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രികൾ ഞങ്ങൾക്ക് ലഭിച്ച സുഖമായ വിശ്രമത്തിനായി സ്തോത്രം. പ്രിയ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി അങ്ങയോട് യാചിക്കുകയും ചെയ്യുന്നു. തിരുകൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഈ ദിവസം ഞങ്ങൾക്ക് അർത്ഥപൂർണ്ണമാക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയിൽ നിന്ന് കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാരംഭമായി പാഠപുസ്തകത്തിലെ 280-ാമത്തെ പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 280. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നീടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, കാൽവരി മാലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഈരേറിയ, കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഈരേറിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൾ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യൻ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും
എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പലി, ജെറുസലേം, യഹൂദിയ, യോർദാനക്കരെ എന്നിവിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്താൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ദൈവം നിങ്ങൾക്ക് അർത്ഥപൂർണ്ണമാക്കി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടെ നാം ആരംഭിക്കുന്ന ഏത് ദിവസവും അല്ലെങ്കിൽ ഏത് സംരംഭവും അത് ദൈവം അനുഗ്രഹപൂർണ്ണമാക്കി നൽകും. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യാദികളും ദൈവം അനുഗ്രഹിച്ച് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്ത്യാനി എന്ന വാക്കിന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ ഗലീല കടൽ തീരത്തൂടെ നടന്ന് അനേകം ആളുകളോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിലൊക്കെ ആയിരുന്ന ആളുകൾ യേശുവിനെ അനുഗമിക്കുന്നതായ സംഭവമാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. യേശുവിനെ നാം അനുഗമിക്കുമ്പോൾ അത് ഒരു ജീവിത ശൈലിയായി രൂപപ്പെടുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്ന പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നവരല്ല എന്ന് നമുക്കറിയാം. പലരും പേരുകൊണ്ടും അല്ലെങ്കിൽ പള്ളിയിലെ അംഗത്വം കൊണ്ടുമൊക്കെ ക്രിസ്ത്യാനികളാണ് എങ്കിലും അവരാരും വാസ്തവമായി യേശുവിനെ അനുഗമിക്കുകയോ യേശുവിനെ തങ്ങളുടെ ജീവിതശൈലിയാക്കി മാറ്റുകയോ ചെയ്തിട്ടുള്ളവരല്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ന് ആലയവുമായുള്ള ബന്ധത്തിൽ ദൈവ ആരാധനയ്ക്കായി കടന്നു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. പ്രാർത്ഥിക്കുവാൻ സമയമില്ലാത്തവരാണ് ഏറിയ പങ്ക ആളുകളും. മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനോ അതിൽ പങ്കാളിത്തം വഹിക്കുവാനോ ഒക്കെ താല്പര്യമുള്ള ആളുകൾ നന്നേ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആപ്തവാക്യമാണ്. ഇന്നും കർത്താവ് ഏവരോടും പറയുന്നത് നാം ഓരോരുത്തരും യേശുവിനെ അനുഗമിക്കണം എന്നതാണ്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ യേശുവിനെ നമ്മുടെ ശൈലിയാക്കി മാറ്റുക, അവനെ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിയായി, ദ വേ ഓഫ് ലൈഫായി നാം കാണുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൂസിങ് യുവർ ലൈഫ് ആൻഡ് ഫൈൻഡ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം നഷ്ടപ്പെടുത്തി യേശു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു,
പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം നാം വായിക്കുമ്പോൾ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാനായിട്ടുള്ള ആഹ്വാനം നമുക്ക് നൽകിയിരിക്കുന്നു. ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. കൗണ്ടിങ് ദ കോസ്റ്റ്. നമുക്ക് നിസ്സാരമായിട്ട് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വില, ആ വില എന്ന് പറയുന്നത് ക്രൂശ് എടുത്തുകൊണ്ടുള്ള യേശുവിൻ്റെ പിന്നാലെ പോക്കാണ്. അത് അത്ര എളുപ്പമായ കാര്യമല്ല എന്നതാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലരും വിചാരിക്കുന്നത് ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് എന്ന്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിൽ ഒരു വിലയുണ്ട്. ആ വില നൽകുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരുവൻ യേശുവിൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ഡിനായ് ദ സെൽഫ്, തന്നെത്താൻ ത്യജിക്കാതെ, പുട്ടിങ് ക്രൈസ്റ്റ് ഫസ്റ്റ്. ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രാമുഖ്യം നൽകാതെ ആർക്കും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രയോറിറ്റി എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. യേശുവിനെ അനുഗമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവവും ദൈവിക കാര്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമാണ് മുൻപിൽ നിൽക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ഞാനും നിങ്ങളും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം ത്യജിക്കാതെ, നമ്മെ തന്നെ ത്യജിക്കാതെ, യേശുവിനും ദൈവരാജ്യത്തിനും മുൻഗണന നൽകാതെ അവനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതത്രേ. സ്വയം ത്യജിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്ന് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് സ്വയം ത്യജിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭാഷകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഞാൻ എന്നുള്ളതാണ്. ഐ എന്ന് പറയുന്ന വാക്കാണ്. അതെ, ഞാൻ എന്ന ഭാവം നമ്മളിൽ അധികമായി കടന്നുകൂടി. അതുകൊണ്ടാണ് അതിൻ്റെ ഉപയോഗവും കൂടിക്കൂടി വരുന്നത്. ഞാൻ എന്ന ഭാവം മാറ്റാതെ ഒരിക്കലും നമുക്ക് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് സ്വയം ത്യജിച്ചുകൊണ്ട് യേശുവിന് ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തോടുള്ള ബന്ധം വിട്ട് അവനെ അനുഗമിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലോകത്തോടുള്ള ബന്ധം വിട്ട് അവനെ അനുഗമിക്കുക. സഭ എന്ന് പറയുന്നത് തന്നെ എക്ലീസിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം എന്നാണ് പറയുന്നത്. എ കമ്മ്യൂണിറ്റി വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ദൈവമക്കൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. ഈ ലോകത്തോടുള്ള ബന്ധം വിട്ടുകളയാതെ, ലൗകികമായ ബന്ധങ്ങൾ വിട്ടുകളയാതെ, ലൗകികമായ ചിന്തകൾ വിട്ടുകളയാതെ ഈ ലോകത്തിൽ ആർക്കും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരിക്കൽ യേശു ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ്. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. അവനോട് യേശു പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്നതത്രേ. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ നിക്ഷേപത്തെക്കാൾ ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഇന്ന് അനേകം ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ലോകത്തോടുള്ള തങ്ങളുടെ ബന്ധം വിട്ടുകളയുവാനോ ലൗകിക കാര്യങ്ങളോടുള്ള തങ്ങളുടെ ഇടപാടുകൾ നിർത്തുവാനോ മനസ്സില്ലാത്തത് കൊണ്ടാണ്.
ലോകത്തെ ത്യജിക്കാതെ ആർക്കും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. വീണ്ടും യേശു കർത്താവ് പറഞ്ഞത് സകലവും വിട്ട് അവനെ അനുഗമിക്കുക എന്നതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തെയൊക്കെ നമ്മളൊരു ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണ്ണിലൂടെ നോക്കുന്നവരാണ്. നാം ആയിരിക്കുന്ന സംസ്കാരത്തെ നമ്മൾ മാർക്കറ്റ് സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഒരു കച്ചവട സംസ്കാരം. കച്ചവടത്തിൽ എപ്പോഴും ലാഭത്തിനാണ് മുൻഗണന. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന്. ഒരിക്കൽ പത്രോസും അങ്ങനെ തന്നെ ചോദിച്ചു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുവാനായിട്ട് പോകുന്നത്? ഇന്ന് ലാഭമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകുവാനാണ് ആളുകൾക്ക് താല്പര്യം. എന്നാൽ യേശു പറയുന്നത് സകലവും വിട്ട് സകലവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുക എന്ന്. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന്. എവിടേക്ക് എന്നറിയാതെ വിശ്വാസത്താൽ അബ്രഹാം യാത്ര തിരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത്. ഇവിടെ സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. നാം വായിച്ചു വേണ്ട വേദഭാഗത്ത് പത്രോസും അന്ത്രയോസും അവരുടെ ഉപജീവന മാർഗമായ മീൻപിടുത്തം വിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. സെബദി മക്കൾ അപ്പനെയും പടകിനെയും വിട്ട് അവനെ അനുഗമിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ വിട്ടുകളയാതെ നമുക്കൊരിക്കലും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ, വിട്ടുകളയേണ്ടത് വിട്ടുകളയാതെ ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് എപ്പോഴും നാം ഓർക്കുക. നമ്മെ തന്നെ നഷ്ടപ്പെടുത്തി ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നത് അത്രേ യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണമെന്നും, ലോകത്തോടുള്ള ബന്ധം വിട്ട് അവനെ അനുഗമിക്കണമെന്നും, സകലവും വിട്ട് ജീവിതത്തിൽ വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ അത് പൂർണ്ണമായും വിട്ട് അവനെ അനുഗമിക്കണമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനും ഈ ലോക ജീവിതയാത്ര അർത്ഥപൂർണമായി പൂർത്തിയാക്കി നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാനും സർവശക്തനാകുന്ന ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കേട്ടതായ വചനത്തിന് മുന്നിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കാം. യേശു കർത്താവ് ഇന്നും നമ്മോട് പറയുന്നത് തന്നെ അനുഗമിക്കുക എന്നതത്രേ. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ സ്വാർത്ഥതയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നാൾതോറും അവൻ്റെ ക്രൂശെടുത്ത് ലോകത്തെ ത്യജിച്ച് ഈ ലോകത്ത് വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് ദിനംതോറും അവനെ അനുഗമിക്കുവാൻ സർവശക്തനാകുന്ന ദൈവമേ ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരുമാനമാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം പലവിധമായ കാര്യാദികളിൽ ഏർപ്പെടുന്ന ഓരോ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പഠനത്തിൽ ഏർപ്പെടുന്നതായ കുഞ്ഞുങ്ങൾ, പലവിധമായ ജോലി കാര്യാദികൾക്കായി അധ്വാനങ്ങൾക്കായി കടന്നു പോകുന്നവർ, കൃഷികാര്യാദികളിലൊക്കെ ഏർപ്പെടുന്നവർ, കഠിനമായ കായികാധ്വാനങ്ങളിലൂടെ ഉപജീവനം നയിക്കുന്നവർ, ഭവനത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവർ, രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർ, വിദൂരതകളിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവർക്കും ഈ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെ പകലാക്കി മാറ്റുമാറാകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലൊക്കെയും വ്യാപരിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ,
ഈ നല്ല ദിവസത്തിൻ്റെ പകലിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയെ അനുഗമിക്കുവാനായിട്ടുള്ള ആഹ്വാനം ഇന്നും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശെടുത്ത് അങ്ങയെ അനുഗമിക്കുവാൻ, ലോകത്തെ ത്യജിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുവാൻ, ഈ ലോകത്തിൽ ഞങ്ങൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് പൂർണ്ണമായും അങ്ങയെ അനുഗമിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അപ്രകാരം കർത്താവെ അങ്ങയെ ഞങ്ങളുടെ ജീവിത ശൈലിയാക്കിക്കൊണ്ട് മുന്നേറുവാൻ സഹായിക്കണം. ഈ പകലിൻ്റെ എല്ലാ നന്മകളും കൃപകളും ദൈവം ഞങ്ങൾക്ക് നൽകണമേ. ഈ പകൽക്കാലം ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യാദികളും അർത്ഥപൂർണ്ണമാക്കി മാറ്റണമേ, അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റണമേ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരുണ്ട്. കർത്താവെ വാർദ്ധക്യ സഹജമാകുന്ന ക്ഷീണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ പകൽക്കാലം നിന്റെ മക്കൾക്ക് അവരുടെ ശരീരത്തിന് സുഖം നൽകണമേ, സൗഖ്യം നൽകണമേ, ആരോഗ്യം നൽകണമേ, വിടുതൽ നൽകണമേ. ദൈവകൃപ ഓരോ നിമിഷവും അനുഭവിപ്പാൻ സഹായിക്കണം. നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ധാരാളമായി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. കുറവുകൾ, ബലഹീനതകൾ, തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ വരവിനായിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കുകയും ചെയ്യണം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തന കാര്യാദികളോടും ഇന്നും എപ്പോഴും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ.